ആരാധനയ്ക്ക് കർത്താവ് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആമേൻ. പണ്ട് മിസ്രൈമിൽ ഫറവോയുടെ അടിമനുഖത്തിന് കീഴിൽ ആമേൻ ആയിരുന്ന ഒരു കൂട്ടത്തെ വിടുവിക്കുവാൻ മോശ കടന്നു ചെന്ന് ഫറവോയോട് പറയുന്നൊരു ദൈവിക അരുളപ്പാടുണ്ട്: എൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക. തൻ്റെ ജനം തന്നെ ആരാധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നാം ദൈവജനമാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്: ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. യഹോവയെ സ്തുതിക്കുവിൻ. അടുത്തത്, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത്? നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും. മറ്റൊരിടത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പം നേരുള്ളവർക്ക് മൗനമായിരിക്കാൻ പറ്റുമോ? അവർക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. നേരുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും.